കോഴിക്കോട് പയ്യാനക്കലിൽ ലൈംഗിക ചൂഷണത്തിന് വേണ്ടി 12 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കാസർഗോഡ് പരപ്പ സ്വദേശി സിനാൻ അലി യൂസഫ് അറസ്റ്റിലായി. പ്രതി ലഹരിക്കടിമയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നും പോലീസ് വ്യക്തമാക്കി. ഇന്ന് രാവിലെയാണ് കോഴിക്കോട് പയ്യാനക്കലിൽ ഫുട്ബോൾ കളി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന 12 വയസ്സുകാരനെ പ്രതി അലി യൂസഫ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് സമീപം നിർത്തിയിട്ട കാർ മോഷ്ടിച്ചാണ് പ്രതി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത്. പ്രതിയുടെ കയ്യിൽ നിന്ന് മുഖംമൂടിയും ഷാളും കണ്ടെത്തിയിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് പ്രതി പോലീസ് പിടിയിലായത്. നാട്ടുകാരെ വിളിച്ചുകൊണ്ട് എല്ലാവരും വന്നപ്പോ വർത്താനം വിട്ടു. ഇതിൽ മുണ്ടിൽ സാധനം ഉണ്ട്. ആ സാധനം നോക്കിയപ്പോ നമുക്ക് ആ സ്മെല്ലും കാര്യങ്ങളും സംശയം തോന്നിയപ്പോ ജനങ്ങളൊക്കെ കൂടി. അപ്പൊ അതിനെ സംസാരിച്ചപ്പോ ഓന്റെ വണ്ടി ഇല്ലാന്ന് മനസ്സിലായി. നമ്പറിലേക്ക് വിളിച്ചപ്പോ അതിന്റെ വണ്ടിക്കാർ വേറെന്ന് പറഞ്ഞപ്പോ ഇത് പൂർണ്ണമായിട്ട് മോഷണം നടത്തിയ വണ്ടി കുട്ടീനെ തട്ടിക്കൊണ്ടാകാൻ പോകാന്നുള്ളതിന്റെ തെളിവാന്ന് കണ്ടപ്പോ ജനങ്ങൾ പിടിച്ചു നിർത്തി. ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനാണ് യുവാവ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്നും പ്രതി സ്ഥിരമായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടെന്നും പന്നിയങ്കര SHO സതീഷ് കുമാർ പറഞ്ഞു. ബീച്ച് ഭാഗത്തു നിന്നൊരു കാറ് മോഷണം നടത്തിയിട്ടാണ് ഈ പ്രതി ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇയാളെ പറ്റി അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ സ്ഥിരമായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഇയാൾ വിധേയനായിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് നേരത്തെ മുൻ കേസുകളുണ്ട്. കർണാടകയിലെ സുള്ളി പോലീസ് സ്റ്റേഷൻ ഇയാൾക്ക് ഒരു കേസുണ്ട്. ലൈംഗിക ചൂഷണത്തിന് വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായിട്ടാണ് നമുക്ക് ഇതുവരെയുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. വാഹനം മോഷ്ടിച്ചതിന് വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലും ലൈംഗിക ഉദ്ദേശത്തോടെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിന് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് പിടിയിലായ സിനാൻ. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ മറ്റു സംഘടനകൾ ഉണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും. ജനം, കോഴിക്കോട്.